കർത്താവെ പഠിച്ചിറങ്ങുമ്പോഴത്തേനും അവൾക്കൊരു നല്ല സ്ഥാപനത്തിൽ നല്ല ശമ്പളത്തോടു കൂടി ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവൾ LKG തുടങ്ങി PhD വരെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അപ്പോൾ അവൾക്ക് പഠിച്ച് തീസിസൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അവൾ ഇറങ്ങിയ പാടെ തന്നെ അവൾക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഡൽഹി NCRൽ അവൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്തും ഭയങ്കര വിഷമത്തിലായിരുന്നു. കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഫ്രഷറാണ്, പേടിയാകുന്നു എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ധൈര്യം കൊടുത്തിരുന്നു, ഒന്നും പേടിക്കേണ്ട, മമ്മി ഉടമ്പടിയിലാണുള്ളത്, മാതാവ് കൂടെ വരും, മാതാവ് കൈപിടിച്ചുയർത്തും, മാതാവ് കൈപിടിച്ചുയർത്തിയാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഇൻ്റർവ്യൂവിന് ഓൺലൈനായിരുന്നു, വീട്ടിലിരുന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 5 പേര് പാനൽ ബോർഡിൽ ഉണ്ടായിരുന്നു. 5 പേര് കൂടിയാണ് അവൾക്ക് ഇൻ്റർവ്യൂ ചെയ്തത്. എല്ലാവരെയും എല്ലാവർക്കും ഉത്തരം കൊടുത്ത് ഒരുമാതിരിയൊക്കെ നന്നായിട്ട് ചെയ്തു. പക്ഷെ അവളുടെ ധൈര്യത്തിനായിട്ട് ഞാൻ അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയിൽ പോയി മുട്ടിന്മേൽ നിന്ന് കൊന്ത എത്തിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് കൃപാസന മാതാവ് ഒരു വഞ്ചിയിൽ കയറി വരുന്നതായിട്ട് എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി. പെട്ടെന്നൊരു കാറ്റ് വീശുന്നു, നല്ല സമാധാനം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇല്ല, ഇവിടെ ഇൻ്റർവ്യൂവിൽ നല്ല സക്സസീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിലില്ല, ഞാൻ ഗ്രോട്ടോയുടെ അടുത്താണ്, പക്ഷെ അവൾ വീട്ടിലിരുന്ന് എല്ലാ കാര്യവും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ്, എനിക്ക് നല്ലൊരു ഉറപ്പ് തോന്നി. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, മമ്മി ഞാൻ ചെയ്തു, ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഒരുമാതിരി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല, ഫ്രഷറല്ലേ, എന്നെ സെലക്ട് ചെയ്യുമോ എന്നൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താണേലും ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പ്ലസ് ഉപ്പ് നാവിൽ കൊടുത്തു. പിന്നെ കൊന്തയുടെ അറ്റത്ത് മാതാവിൻ്റെ ഉടമ്പടി ഇവിടുന്ന് തരുന്ന മാതാവിൻ്റെ കാശുരൂപം ഞാൻ അവളുടെ കൊന്തയിൽ കോർത്ത് കൊടുത്തിരുന്നു. ഇതെല്ലാം ഇവിടുത്തെ ഈ നേർച്ച വസ്തുക്കളുടെ അകമ്പടിയോട് കൂടിയാണ് അവൾ ഇൻ്റർവ്യൂ ചെയ്തത്. അങ്ങനെ അവൾ അത് പൂർത്തിയാക്കി. അവൾക്ക് പെട്ടെന്ന് തന്നെ സെലക്ഷൻ ഓർഡർ വന്നു. അവളവിടെ ഡൽഹിയിൽ പോയി ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു.